ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് നന്നായിട്ട് വറുത്ത നൈസ് അരിപ്പൊടിയാണ് കേട്ടോ. അതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കടലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കറുത്ത എള്ള് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അയമോദകം ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഈ ഒരു പൊടിക്കൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഈ പുട്ടുപൊടിക്കൊക്കെ കുഴച്ചെടുക്കൂലേ, അതുപോലെ നമുക്കിതെല്ലാം കൂടി ഒന്ന് നനച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഓരോ പൊടിക്കനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം ഉണ്ടാവും. ഇത് നല്ല ചൂടായതുകൊണ്ട് ഞാൻ ആദ്യമേ സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കിയതിന് ശേഷം കൈ കൊണ്ട് ഇളക്കിയെടുക്കാം കേട്ടോ. കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ച് നല്ലൊരു ഡോ ആക്കി എടുക്കണം. ഒരു സോഫ്റ്റുള്ള ഒരു ഡോ ആക്കി എടുക്കണം. ഇനി നമ്മൾ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കുന്ന അച്ചില്ലേ, അതാണ് എടുക്കുന്നത്. ഇനി അതിൻ്റെ നടുക്കോട്ട് ഇടുന്ന അച്ച് സ്റ്റാറിൻ്റെ നടുക്ക് മാത്രം ഒരു സ്റ്റാറിൻ്റെ ഉള്ള ഒരു അച്ചാണ് എടുക്കുന്നത്. ഇനി 3 സ്റ്റാർ ഉള്ളത് വേണമെങ്കിൽ എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് മാവ് നിറച്ച് കൊടുക്കാം. ഇനി ചൂടായ ഓയിലിലേക്ക് നമുക്കിതിങ്ങനെ തിരിച്ചിട്ടിങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കാം. ഇതിങ്ങനെ ഒന്ന് മുന്നോട്ടേക്ക് കറക്കിയിട്ട് ഒന്ന് പുറകോട്ട് കറക്കിയാൽ മതി. അപ്പം അതവിടെ മുറിഞ്ഞ് വീണുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഇതിങ്ങനെ നീണ്ട് വീണുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ട് കട്ട് ചെയ്യാൻ നിൽക്കണം. അപ്പോൾ എണ്ണയാകുമ്പോൾ ചൂടായിരിക്കും. ഇതൊന്ന് മുന്നോട്ട് ഇങ്ങനെ കറക്കുക, അതിനുശേഷം ഒന്ന് പുറകോട്ട് ഇങ്ങനെ മാറ്റുക. അന്നേരം തന്നെ മുറിഞ്ഞ് വീണുള്ളൂ കേട്ടോ. ഇനി കുറച്ച് കഴിയുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇതിങ്ങനെ കട്ട കെട്ടി കിടന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അത് നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ ഒക്കെ ഒന്ന് വിട്ട് വന്നോളൂ കേട്ടോ. ഇനി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേനും നമുക്ക് എണ്ണയ്ക്കകത്ത് നിന്ന് കോരിയെടുക്കാം. ഇത് ഇരുന്ന് കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് കളറാകും. അപ്പോൾ ഒത്തിരി മൂത്ത് പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ ഇതാ നമുക്കൊന്ന് കോരിയെടുക്കാം.